പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 1 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന
ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു രസമുണ്ടായി. ഞാൻ എൻ്റെ നമ്മുടെ കൃപാസനത്തിൽ അലക്സസിനോട് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ സംസാരിച്ചതല്ല, അങ്ങനെ ആധ്യാത്മിക കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ആത്മീയ വിജയമെന്ന് പറയണത് മരിക്കണ മുമ്പ് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അപ്പോൾ നിങ്ങളവർക്ക് നമ്മളിങ്ങനെ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവ് 10,000 കണക്കിന് ചെല്ലുന്നില്ലേ? ചെല്ലുന്നുണ്ട്, പക്ഷേ ലൈസൻസ് ഇല്ല. അത് പ്രശ്നത്തിൽ ഇപ്പം ഞാൻ ഉദാഹരണം കൂടെ പറയട്ടെ. ആലപ്പുഴയിൽ നിന്ന് കുറേ കയറൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ. പക്ഷേ ഇവിടെ അത് വീടുകളിലൊക്കെയാണ് ഇവിടെ ചെയ്യണത്. വീടുകളിൽ എൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ ചെയ്തിട്ട് ഇവർ അത് സീൽ ചെയ്ത് വിടുന്നതാണ്. പക്ഷേ ചില സമയത്ത് ഞാൻ ഈ കയറ്റാപ്പീസ് വെഞ്ചരിക്കാൻ ചെല്ലുവേ. വീടുകളിലെല്ലാം തറകളുണ്ട് കയറുണ്ടാക്കണം, അത് വെഞ്ചരിക്കാൻ ചെല്ലും. അപ്പോൾ ചില വീടുകളിലൊക്കെ ആലപ്പുഴ സൈഡിൽ ഒക്കെ ആലപ്പുഴയും ചേർത്തലയുണ്ട്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഒരു 2-3 തറയുണ്ടാവും ഈ കയറുണ്ടാക്കണ തറകൾ. പക്ഷേ ഒരെണ്ണമൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനവരോട് ചോദിക്കും, ചേട്ടായി ഇതിലൊന്നും ഇപ്പോൾ കയറുണ്ടാക്കണില്ലേ, തടുക്കുണ്ടാക്കണില്ലേ? അപ്പോൾ പറയും, അച്ഛാ അതിന് ഓർഡറൊന്നുമില്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ ഓർഡർ ആരാ തരേണ്ടത്? ആലപ്പുഴത്തെ കയറ്റ് കമ്പനിക്കാരാണ് ഓർഡർ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ മുതലാളിമാർ ചില സമയത്ത് 1-2 കയറ്റ് കമ്പനി വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവിടെയും പ്രശ്നം അതാണ്. അവർ ഗോഡൗണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ വലിയ ഗോഡൗണുകൾ. അതിനകത്ത് പക്ഷേ ചരക്ക് കുറവാണ്. എന്താ കാര്യം പറയുമ്പോൾ ഓർഡറില്ലെന്ന് വെച്ചാണ് അവരും പറയേണ്ടത്. ഓർഡറില്ല വെച്ചാ എവിടുന്ന് ഓർഡറില്ല? ഫോറിൻ ഓർഡറേ ഇവർ ജർമ്മനിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യണം. അപ്പം ഈ കയറിന് ചിലപ്പോൾ ജൂട്ട് കയറി അവിടെ മുൻകൂർ അഡ്വാൻസായിട്ട് അവിടെ കൊണ്ട് ഈ ബംഗാളിൽ നിന്നൊക്കെ കൊണ്ട് അടിക്കും. അപ്പോൾ കയറിന് ഡിമാൻഡ് കുറയും, ഓർഡർ കുറയും. അപ്പോൾ ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. ഈ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാനുള്ള ഓർഡർ വാങ്ങിച്ചെടുക്കണം ദൈവത്തിന്. അത് ഭയങ്കര അത് ആത്മീയകാര്യം ഇല്ല. അങ്ങനെയാണ് ദൈവമായിട്ട് ഉള്ള എല്ലാ റിലേഷൻസിലും. ഇപ്പോൾ ഈ കർത്താവിൻ്റെ കൂടെ കുറേ ആൾക്കാർ മരിച്ചേ, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഒരു 6000 ഈ നല്ല കള്ളനും ചീത്തക്കള്ളനും നല്ല കള്ളനും ഉൾപ്പെടെ 6000 പേരാണ് ആ കാലഘട്ടങ്ങളിൽ കുരിശിൽ തൂക്കി കൊല്ലപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ കൂടെ. ആ ഒരു കാലഘട്ടം ആ ഒരു 200-300 കൊല്ലത്തിനുള്ളിൽ 6000 പേര് കുരിശിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ പറയുന്നത്, അത് ഈ പിതാവായ ദൈവം എനിക്ക് അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണമെന്ന് പറയുന്നത്. യോഹന്നാൻ 6:27 എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. കാര്യം വെച്ചാൽ ഇവൻ്റെ ബലി മാത്രം. എത്ര പേര് കുരിശ് തൂങ്ങിയാൽ 10,000 പേര് കുരിശ് തൂങ്ങേണ്ട കാര്യമില്ല. ഇവൻ്റെ ഈ കുരിശ് മരണം മാത്രമേ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് പിതാവ് അഡ്വാൻസായിട്ട് അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. ഇത് എല്ലാം നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെ വിഷയം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണമെന്ന് വിചാരിച്ചു. ഈ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണ മുമ്പ് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓർഡർ
ഈ സ്വർഗസ്നായ പിതാവ് സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ലൈസൻസ് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അല്ല വെറുതെ കയറ്റി വിടാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എന്തുമാത്രം ചില സമയത്തൊക്കെ കഴിഞ്ഞ കൊല്ലം സംഭവിച്ചല്ലേ അമേരിക്കയിൽ നിന്നൊക്കെ ആ ചെമ്മീൻ മുഴുവനും അവിടെ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടുന്ന് കയറ്റി അയച്ച ചെമ്മീൻ അമേരിക്കയിൽ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ചെമ്മീൻ്റെ അകത്ത് ബാക്ടീരിയ കണ്ടെത്തി. അവരാ കപ്പൽ മൊത്തം കോടിക്കണക്കിന് രൂപയുടെ കപ്പൽ മൊത്തം ചെമ്മീൻ റിജക്റ്റ് ചെയ്ത് ഒരു ചെമ്മീനിൽ ബാക്ടീരിയ കണ്ടെത്തിയതാണ്. ഈ നമ്മുടെ സ്വർഗസ്നായ പിതാവിൻ്റെ അകത്ത് മുഴുവൻ ബാക്ടീരിയയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എല്ലാം റിജക്റ്റഡ് ആകും. ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ എന്താ കാര്യം എന്നറിയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ചില ആൾക്കാർ ലൈസൻസിന് 8 എടുക്കത്തില്ലേ, 8 എടുത്തേച്ച് പറയും എൻ്റെ അച്ഛ അവസാനത്തെ കമ്പ്യൂട്ടർ മുട്ടിയെന്ന് പറയും. അവസാനത്തെ കമ്പ്യൂട്ടർ മുട്ടി, ആളെ വിട്ടായി. 8 എടുത്തിട്ട് സ്കൂട്ടർ 8 എടുത്തിട്ടിരിക്കുന്ന സമയത്തേ ചിലപ്പോൾ ഇടയ്ക്ക് ആദ്യത്തെ 4 കമ്പനിയായിട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ച് വെട്ടിച്ചും കൊണ്ട് അവസാനത്തെ 2 കമ്പിയപ്പോൾ പോയി. ഇപ്പം രക്ഷപ്പെടും എന്നപ്പോൾ അവസാനത്തെ 2 കമ്പിയിട്ട് ഒരു കമ്പിയിട്ട് മുട്ടി പോയി, ലൈസൻസ് പോയി. ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവിനും പറ്റണ ഇതാണ്. ഇപ്പം സ്വർഗസ്ഥനായ അങ്ങയുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പോൾ ആ 2 കമ്പിയായി. അങ്ങയുടെ രാജ്യം വരണമേ, അത് കുഴപ്പമില്ല. അതൊരു കമ്പി, 3ാമത്തെ കമ്പി. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, 4ാമത്തെ കമ്പി. കുഴപ്പമില്ല, നമുക്ക് വലിയ റിസ്ക് ഇല്ല അതൊക്കെ. പിന്നെ എന്താ, അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അത് 5ാമത്തെ കമ്പിയാണ്. അത് കുഴപ്പം റിസ്ക്കിലാണ് പോകും. പിന്നെ എന്താ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ, അയ്യോ അത് 6ാമത്തെ കമ്പിയാണ് മുട്ടും, ഔട്ടാവും. ചില ആൾക്കാർ വയസ്സ് 75 ഉണ്ടെങ്കിലും ഇന്ന് വരെ സ്വർഗസ്ഥനായ പിതാവ് കയറ്റി അയച്ചത് എല്ലാവരും ചെട്ടായിരിക്കും. എന്താ കാര്യം, 6ാമത്തെ കമ്പിയിട്ട് മുട്ടിയിരിക്കുകയാണ്. എന്താണ്, മറ്റുള്ളവരോട് ഇപ്പോൾ ക്ഷമിച്ചിട്ടില്ല, അവരോട് മിണ്ടണില്ല, അവരോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, അവർ കടമ മോഹത്തെ കയറ്റും, എന്നിട്ട് പിന്നെയും കണാകുണാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാ സ്വർഗസ്ഥനായ പിതാവ് റിജക്റ്റഡായി. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്, പ്രാർത്ഥനയുടെ റിസ്ക് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള കഴിവുകേട കഷ്ടപ്പാടൊന്നുമല്ല. ഈ പ്രാർത്ഥന ദൈവത്തിനെ കൊണ്ട് സ്വീകരിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്രാർത്ഥനയുടെ ഓർഡർ ലഭിക്കുന്ന പ്രാർത്ഥിക്കാനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അപ്പം എപ്പോഴും ശ്രദ്ധിച്ചേക്കണം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം സ്വീകാര്യമാകാൻ വേണ്ടി മുൻകൂർ ദൈവതിരുസന്നിധി വെടിപ്പായി നിൽക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ഈശോയുടെ നാമം മഹത്വപ്പെടുത്താനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന്. എൻ്റെ പേര് ജിനി, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക പായിപ്പാട് ലൂർദ് മാതാ ചർച്ചാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 9-ാം തീയതിയാണ്. ഞാനൊരു നേഴ്സാണ്. എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാനൊരു 2013 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സ്റ്റാഫ് നേഴ്സിൻ്റെ PSC എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഏറ്റവും നല്ല കോച്ചിങ് സെൻറ്ററൊക്കെ തിരഞ്ഞെടുത്ത് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തൊക്കെ ഞാൻ പഠിച്ച എക്സാം എഴുതിയിട്ടുണ്ട്. എങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും എൻ്റെ പേര് വന്നിട്ടില്ല. അങ്ങനെ എൻ്റെ കഴിവുകൊണ്ട് ഇനി എനിക്കൊരു ജോലി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഏജ് ഓവർ ആകാറായി. അപ്പോൾ ഞാൻ ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്ന അതിൻ്റെ എക്സാമിൻ്റെ 2 മാസം മുന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ എന്നെ ഉൾപ്പെടുത്തി എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ എക്സാം വന്നു. എക്സാമിന് കാശുരൂപവും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് പോയത്. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മാർക്ക് കട്ട് ഓഫ് മാർക്കിലും താഴെയായിരുന്നു. ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് എനിക്ക് റിസർവേഷനൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചപ്പം PSC ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് EWSൻ്റെ സർട്ടിഫിക്കറ്റിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഞാനതിന് അപ്ലൈ ചെയ്യാനായിട്ട് പോയി. വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ ഓഫീസിന് പുറത്ത് വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അകത്ത് കയറുന്നത്. അങ്ങനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയച്ചുരുക്കത്തിൽ എനിക്ക് ഒത്തിരി കയറി ഇറങ്ങി നടക്കേണ്ടതായിട്ടൊന്നും വന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചു.
അത് കഴിഞ്ഞ് ഞാൻ വെരിഫിക്കേഷന് പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴെല്ലാം PSC ഓഫീസിൽ വിശുദ്ധ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ EWS കാറ്റഗറിയിൽ 3ാമത്തെ റാങ്ക് നൽകി ഈശോയും അമ്മ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി തന്നെ മുന്നോട്ട് പോയി. ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ഞാനും അമ്മയോടൊരു ഡേറ്റ് പറഞ്ഞു. 2026 മെയ് മാസത്തിന് മുന്നേ എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴും എനിക്ക് അറിയില്ല, ഇത്രയും ഒരു കുറച്ച് സമയമുള്ളൂ, അതിനുള്ളിൽ ജോലി കിട്ടുമെന്നൊന്നും അറിയില്ല. എങ്കിലും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. എൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞില്ല, സാക്ഷ്യം ഇവിടെ എഴുതി കൊടുത്തിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, 7 തവണ ഉടമ്പടി പുതുക്കിയിട്ടും അൾത്താരയിൽ സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ മാതാവ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് അതിനർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനന്ന് ഇവിടുന്ന് പോകുമ്പം ഇവിടെ നിന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒത്തിരി അടയാളങ്ങളെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷം സുഗന്ധാഭിഷേകമായിട്ടും തിരിയിലും അതുപോലെ ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഡ്രസ്സിലൊക്കെ ആണെങ്കിലും ഒത്തിരി അടയാളങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് ഒരു 9ാം മാസം, അതായത് സെപ്റ്റംബർ മാസത്തിലാണ്. അതുപോലെ എൻ്റെ എക്സാം ഒരു നവംബർ 9-നായിരുന്നു. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് മാർച്ച് 19. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 29 ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഒരു ഡിസംബർ 9 അങ്ങനെ എല്ലാത്തിലും 9 എന്നുള്ളൊരു ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ 9ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ എനിക്ക് ഈ അൾത്താരയിൽ നിന്ന് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറുമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് അമ്മ അനുഗ്രഹിക്കണം, ഈശോയിൽ നിന്ന് എനിക്കൊരു ജോലി വാങ്ങിത്തരണമെന്ന് പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ 8ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഇവിടെ വരാനും എൻ്റെ റാങ്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് ഞാൻ അമ്മയുടെ രൂപത്തിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. ആ മാസം തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അങ്ങനെ ഡിസംബർ കഴിഞ്ഞ് ജനുവരിയും ഫെബ്രുവരി ആദ്യമൊക്കെ ആയിട്ടും ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനമായില്ല. അപ്പോൾ ഫെബ്രുവരി 28 ആയിരുന്നു എൻ്റെ 9ാമത്തെ ഉടമ്പടി പുതുക്കേണ്ടത്. ഞാൻ കൃത്യമായിട്ട് വന്ന് ഉടമ്പടി പുതുക്കുന്ന ആളാണ്. അപ്പം ഫെബ്രുവരി ആദ്യമൊക്കെ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ്, കുഴപ്പമില്ല, എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും എപ്പോഴാണോ ഇഷ്ടം അന്നേരം ജോലി തന്നാൽ മതി. എന്ത് തന്നെ ആയാലും ഞാൻ 28 വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി, 9ാമത്തെ ഉടമ്പടി പുതുക്കി. ഞാൻ മുന്നോട്ടും ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫെബ്രുവരി 18 എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതും ദൈവാനുഗ്രഹത്താലും അമ്മയുടെ സംരക്ഷണത്താലും നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റിനൊരു പൊട്ടലുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അന്ന് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞുകൊണ്ട് എനിക്ക് 28 ഇവിടെ വരാനോ ഉടമ്പടി പുതുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എനിക്ക് അതിലൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ മാർച്ച് ഫസ്റ്റ് വീക്ക് ഓൺലൈനായിട്ട് എൻ്റെ ഉടമ്പടി പുതുക്കി. അങ്ങനെ മാർച്ച് 9 ആയപ്പോഴത്തേക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു 14 വേക്കൻസി ഞങ്ങളുടെ ലിസ്റ്റിന് കിട്ടും. അതിൽ 14ാമത്തെ ആളായിട്ട് എന്നെയും ഉൾപ്പെടുത്തി എൻ്റെ ഈശോയും അമ്മ മാതാവും അനുഗ്രഹിച്ചു. അങ്ങനെ മാർച്ച് 28 എൻ്റെ അഡ്വൈസ് പ്രൊഫൈലിൽ വന്നു. അപ്പോഴും എനിക്ക് ഇവിടെ വന്ന് നന്ദി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അപ്പോൾ എനിക്കൊരു സിവിയറായിട്ടൊരു ബ്ലീഡിങ് വരുവും ചെറുതായൊരു സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അപ്പോഴും എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. അങ്ങനെ ആ സമയം അപ്പോഴത്തേക്കും എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടി. ഇന്ന് ഞാൻ എൻ്റെ 9ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇപ്പോൾ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. നാളെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് സാക്ഷ്യം പറയുമെന്ന്. നാളെ ഏപ്രിൽ 28 ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞത് എനിക്ക് മെയ് മാസം 2026 മെയ് മാസത്തിന് മുമ്പ് ഒരു ഗവൺമെൻറ് ജോലി തന്ന് അനുഗ്രഹിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഈശോ വഴിയായിട്ട് സാധിച്ചു തന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോ എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എനിക്ക് ലഭിച്ചൊരു രോഗസൗഖ്യമാണ്. എൻ്റെ ലെഫ്റ്റ് ആക്സിലയിൽ ഒരു ചെറിയൊരു തടിപ്പ് പോലെ തോന്നി. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും ആക്സിലയുടെയും ബ്രസ്റ്റിൻ്റെയും സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നതുകൊണ്ട് തൈറോയിഡിൻ്റെ സ്കാനും കൂടെ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ സ്കാനിങ്ങിന് പോയപ്പോൾ കാശുരൂപം ഒക്കെ കൊണ്ടുപോയി വിശുദ്ധ ഉപ്പിട്ട് സ്കാനിങ്ങിൻ്റെ മെഷീൻ്റെ അടുത്ത് വിശുദ്ധ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ചു.
അമ്മയോട് ഞാനൊരു അടയാളം ചോദിച്ചായിരുന്നു. അപ്പം സ്കാനിങ്ങിന് കയറി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമിൽ എനിക്ക് നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ജപമാല റാലിയുടെ പത്രം, പരിശുദ്ധ അമ്മയുടെ ഈ ഫുൾ പിക്ചറോടുള്ള പത്രം എനിക്ക് അമ്മ ഒരു അടയാളമായിട്ട് തന്നു. അമ്മ എൻ്റെ കൂടെയുണ്ട്, അമ്മ സഞ്ചാരി മാതാവാണല്ലോ, അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു അടയാളം എനിക്ക് തന്നു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ആക്സിലേറ്റം പ്രസിഡൻ്റ് സ്കാനിൽ യാതൊരു കുഴപ്പവും ഇല്ല, ഒരു മാരക രോഗങ്ങളും ഇല്ല, കൊഴുപ്പടിഞ്ഞതാണെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ തൈറോയിഡിൻ്റെ സ്കാനിൽ എനിക്ക് തൈറോയിഡിൽ 2 മുഴയുണ്ട്, അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള ലിംഫ് നോഡ് ഒരു ക്യാൻസറസ് ആയിട്ടാണ് തോന്നുന്നത്. റിപ്പോർട്ടിലുണ്ടായിരുന്ന മെറ്റാസ്റ്റാറ്റിക് ലിംഫഡിനോപ്പതി എന്നാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് അപ്പം തന്നെ പറഞ്ഞ് എത്രയും പെട്ടെന്നൊരു ഓൺകോ സർജനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്കപ്പോൾ തോന്നിയത് ഏറ്റവും ആദ്യം എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയണമെന്നാണ്. അങ്ങനെ ഞാനിവിടെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവിടെ കൃപാസനത്തിൽ വന്നു. അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് മാരകമായ ഒരു അസുഖങ്ങളും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എനിക്ക് അച്ഛന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അച്ഛൻ അൾത്താരെ വെച്ച് സൈത്ത് പൂശി എൻ്റെ തൊണ്ടയിൽ പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഡോക്ടറെ കണ്ടു, ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്തപ്പോഴേക്കും അതിൽ യാതൊരു ക്യാൻസർ സെല്ലും ഇല്ല, ഒരു കുഴപ്പവും ഇല്ലെന്ന് റിപ്പോർട്ട് വന്നു. എങ്കിലും ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ടൊരു MRI സ്കാൻ കൂടി ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ അത് ചെയ്തപ്പോഴും എൻ്റെ ലിംഫ് നോഡിന് യാതൊരു കുഴപ്പങ്ങളുമില്ല. അതുപോലെ 2 മുഴയുണ്ടെന്ന് പറഞ്ഞത് അത് 1 മുഴ മാത്രമേ ഉള്ളൂ, അതും ആദ്യത്തെ സ്കാനിങ്ങിനേക്കാളും തീരെ സൈസ് കുറവായിട്ടാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ സർജറി ഒന്നും ചെയ്യേണ്ട, ഒരു കുഴപ്പവും ഇല്ല. അതും എൻ്റെ ഈശോയും അമ്മ എനിക്ക് സൗഖ്യം തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എനിക്ക് ലഭിച്ച ഈ രോഗസൗഖ്യത്തിന് ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ മാസവും ഇവിടെ വന്ന് 2 കെട്ട് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുക്കും. പിന്നെ വിശേഷവിധിയായിട്ട് ചെയ്യുന്ന ഞാൻ PSC എക്സാമിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. അതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് ഔട്ട് എടുത്ത് പിൻ ചെയ്ത്, അതുപോലെ തന്നെ ആദ്യമൊക്കെ ഞാൻ വചനങ്ങൾ പത്രത്തിൽ എഴുതുമായിരുന്നു. പിന്നെ ആയപ്പോൾ ഞാനൊരു ചെറിയ പീസ് പേപ്പറിൽ വചനങ്ങൾ എഴുതി അത് പത്രത്തോടൊപ്പം പിൻ ചെയ്ത് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞ് എൻ്റെ അനുഭവം പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഫുഡ് വീട്ടിലുണ്ടാക്കി കൊടുക്കും. ആദ്യമൊക്കെ ഹോസ്പിറ്റലുകളിലായിരുന്നു, ഇപ്പോൾ വഴിയരികിലൊക്കെ യാചകരായിട്ടിരിക്കുന്നവർക്കെല്ലാം ഫുഡ് കൊടുക്കും. അതുപോലെ തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മമാരുള്ളൊരു അനാഥാലയത്തിൽ അവർക്ക് ഫുഡും പിന്നെ സാമ്പത്തികമായിട്ടും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ കൊടുക്കാറുണ്ട്. പിന്നെ അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്, അപ്പം അവരോട് ചോദിച്ചിട്ട് എന്താണോ ആവശ്യമെന്ന് ചോദിച്ചറിഞ്ഞിട്ട് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രോഗികളായിട്ട് കഴിയുന്നവരെ കാണാനും അവർക്കും കഴിയുന്ന പോലെയെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. തുടർന്നും ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഡൊമിനിക്കാണ്. ഞങ്ങൾ പാലക്കാട് സുൽത്താൻപേട്ട രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ അമ്മ മാതാവിനും ഈശോനും കോടാനക്കൂടി നന്ദി പറയുന്നു. ഞാൻ 2024 ഉടമ്പടി എടുത്താണ്. ഞങ്ങൾ 28 കൊല്ലമായിട്ട് ഞങ്ങളുടെ ബന്ധുക്കളുടെ ഒരു വീടാണ്, അവർ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ താമസിപ്പിച്ചു. അവർ 10-15 കൊല്ലം കഴിഞ്ഞ ശേഷം അവർ വീട് തരില്ല, ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് ഭീഷണിപ്പെടുത്തി. 2024 ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പോയി. 2ാമത്തെ പുതുക്കലിൽ വന്ന് വീട്ടിൽ ചെന്ന ശേഷം ഞങ്ങൾ ഒരു 10 ദിവസം ആകുമ്പോഴേക്കും അവർ എന്നെ വിളിച്ചു, നിങ്ങളോട് സംസാരിക്കണം, പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ. അങ്ങനെ അവർ ചേട്ടനണിയന്മാർ 4 പേരാണ്. ഞാനും എൻ്റെ വൈഫും എൻ്റെ മൂത്ത മകനും കൂടി പോയി. അവർ പറഞ്ഞ വാക്ക് 6 സെൻറ്റ് സ്ഥലം 10 ലക്ഷം രൂപ തന്നാൽ നിങ്ങളവിടെ ഇരിക്കാം, ഇല്ല പറഞ്ഞ് ഒഴിവാക്കി പോകേണ്ടി വരും പറഞ്ഞു. അന്ന് ഞാൻ പോയ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാനുള്ള കാശ് കൂടി എൻ്റെ കയ്യിലില്ല. അന്ന് ഞാൻ പറഞ്ഞ വാക്ക് മാതാവിന് എൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു 10 ലക്ഷം തരാം. അവർ പറഞ്ഞ് 2 മാസം നിങ്ങൾക്ക് സമയം പറഞ്ഞു.
പക്ഷേ ഈ 2 മാസം കൊണ്ട് ഈ 10 ലക്ഷം എങ്ങനെ ഉണ്ടാക്കും? ഞാൻ ഒരു വർഷാപ്പ് തൊഴിലാളിയാണ്. അങ്ങനെ എൻ്റെ മാതാവ് എന്നെ, എനിക്ക് പണിയിലൊക്കെ കുറവായിരുന്നു. ഇവിടെ വന്നു പോയ ശേഷം എൻ്റെ വർഷാപ്പിൽ പണി തിരക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ വീട്ടിൽ ശരിക്കും ഉറങ്ങില്ല, അത്രയ്ക്കും പണി തന്നു. അന്ന് എൻ്റെ വൈഫിൻ്റെ, ഇതെൻ്റെ വൈഫാണ് ജെസ്സി. അപ്പോൾ ഇവിടെ അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, വീട്ടിൻ്റെ ആധാരം കൊണ്ട് വെച്ചോ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞു അപ്പച്ചൻ്റെ സ്ഥലമാണ്, 76 വയസ്സായി, നിങ്ങൾക്ക് ലോണ് തരാൻ പറ്റില്ല പറഞ്ഞു. ഞങ്ങൾ എന്നിട്ടും വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച ഫുള്ളും കുടുംബ പ്രാർത്ഥനയിൽ കരഞ്ഞ പ്രാർത്ഥനയാണ്. അങ്ങനെ ആ ഒരു ദിവസം ബാങ്ക് മാനേജർ വിളിച്ച് പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് ഞാൻ ലോൺ തരാം, നിങ്ങളൊന്ന് വാങ്ങിച്ചു പറഞ്ഞു. അങ്ങനെ 8 ലക്ഷം ലോൺ വീട്ടിലേക്ക് തന്നു. ബാക്കി 2 ലക്ഷം ഞങ്ങൾക്ക് പണി എങ്ങനെയൊക്കെ വന്നു, എങ്ങനെ കിട്ടിയെന്നറിയില്ല. അങ്ങനെ 10 ലക്ഷം അവർ പറഞ്ഞ സമയത്ത്, അവർ പറഞ്ഞ 10 ദിവസം മുമ്പ് ഈ പൈസ എൻ്റെ കയ്യിലാണ്, മാതാവ് തന്നേക്കാണ്. അങ്ങനെ അവർ ഒപ്പിടുന്ന സമയത്ത് പൈസ തരില്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. ഇവൻ്റെ ഇടയിൽ പൈസ ഒന്നുമില്ല, ഇവൻ വാങ്ങിക്കലാന്ന്. അങ്ങനെ ഒപ്പിടാൻ വരാൻ പറഞ്ഞു. ആധാർ എഴുതി ഒപ്പിട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ 10 ലക്ഷം അവർക്ക് എന്നെ അവരുടെ കൈ കൊടുത്തു. അവർ തന്നെ ചോദിച്ചു ഈ പൈസ എവിടെ നിന്നാണ്? മാതാവ് തന്നാണ് പറഞ്ഞു. ഞാൻ ഇത് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ, എങ്ങൾക്ക് ഒരു വീട്ടിൽ 2 വീലറേ ഉള്ളൂ, ബൈക്ക്. ഇപ്പോൾ പിള്ളേരൊക്കെ വലുതായപ്പോൾ എവിടെയും പോകാനുള്ള വണ്ടി വാഹനമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരോ ആരെങ്കിലും അടുത്ത് പോയി കാറ് അല്ല വണ്ടി ചോദിച്ചിട്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും പോകാൻ. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, മാതാവേ ഞാൻ ഒരു ഷാപ്പ് തൊഴിലാളിയായിട്ടും എനിക്കൊരു വാഹനമില്ലല്ലോ പറഞ്ഞും പ്രാർത്ഥിച്ചപ്പോൾ 2 മാസം ആകുമ്പോഴേക്കും ഞാനൊരാൾക്ക് വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞ് ആ കൺസൾട്ടിങ് പോയതാണ്. അവിടെ ഒരു ഓട്ടോറിക്ഷ എല്ലാം കൂട്ടി നോക്കുമ്പോൾ 8-ാം നമ്പർ വന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോറിക്ഷ ഒരു സൈഡാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ വണ്ടി കൊടുക്കില്ല ചോദിച്ചപ്പോൾ ആ വണ്ടി 8-ാം നമ്പറാണ്, എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. 8 എൻ്റെ മാതാവ് എനിക്ക് തന്നാണ് പറഞ്ഞിട്ട് ആ വണ്ടി 70 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു വന്ന വണ്ടി എല്ലാവരും വിചാരിച്ചു ഈ പാട്ട വണ്ടി വെച്ചിട്ട് ഇവൻ എന്ത് ചെയ്യാൻ പോകണമെന്ന്. ആ വണ്ടി ഇപ്പോൾ പണിതിട്ട് 1.25 ലക്ഷം രൂപ ചിലവാക്കി, എങ്ങനെയെന്നറിയില്ല. പക്ഷേ എൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ 1.25 ലക്ഷം ചിലവാക്കിയിട്ടാണ് ആ വണ്ടി നിർത്തിയേക്കുന്നത്. റോട്ടിൽ ആര് പോയാലും ശരി, ഏത് ഓട്ടോറിക്ഷ ഡ്രൈവർ പോയാലും ശരി, നിർത്തി ചോദിക്കും ഈ വണ്ടി എവിടെ പണിതു എന്ന്. അങ്ങനെയാണ് മാതാവ് ആ വണ്ടി കൊടുത്തേക്കുന്നത് എനിക്ക്. ആ വണ്ടിയുടെ ബാക്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വചനം നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. മാതാവ് തന്ന വണ്ടിയാണത്. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷ്യം, ഈ ചേച്ചി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുള്ള ചേച്ചിയാണ്. അവർ ഹിന്ദുവാണ്. അവർ കൃഷി ചെയ്യാൻ വേണ്ടി വെള്ളം ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബോറിടാൻ വേണ്ടിയിട്ട് ബോറിൻ്റെ സ്ഥാനം നോക്കിയപ്പോൾ അവർ പറഞ്ഞു 800 അടി അല്ലാണ്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടില്ല പറഞ്ഞു. പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും അവിടെ പോയിട്ട് മാതാവിൻ്റെ ഉപ്പും ഇവിടുത്തെ മണ്ണും കൊണ്ടുപോയിട്ട് തൈലം കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ച് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞത് ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോയി. അത് വെള്ളം വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി പറഞ്ഞു. ബോറ് ആൾക്കാർ ഇറക്കിയിട്ട് 250 അടിയാകുമ്പോൾ വെള്ളം 2 ഇഞ്ച് വെള്ളമാണ് ബോറിൽ. 250 അടി വേനൽക്കാലത്താണ്, മഴക്കാലത്തല്ല, വേനൽക്കാലത്താണ് 250 അടി. അവരിനെ അന്തോട്ട് പോയി, ഇതെന്താണിങ്ങനെ 250 അടി ഞങ്ങൾ സ്ഥാനം നോക്കിയിട്ട് 800 അടി അല്ലാണ്ട് ഈ വെള്ളം കിട്ടില്ല പറഞ്ഞ ആൾക്കാരാണ്. ഇന്ന് ഒരു വീട്ടിൽ നല്ല വെള്ളമുണ്ട്, കൃഷി നല്ലവണ്ണം നടക്കുന്നുണ്ട്, പാവപ്പെട്ട കുടുംബമാണ്, കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ്. ഇന്ന് അവർ വീട്ടിൽ 2-3 പശുക്കളൊക്കെ വാങ്ങിച്ച് നല്ലവണ്ണം നടക്കുന്നുണ്ട്. കുറച്ച് കടം പാകുന്നുണ്ട്, അതും മാതാവ് മാറ്റിത്തരും. ഇന്ന് ആ ചേച്ചി വന്ന് ഉടമ്പടി എടുത്തേക്കാണ്. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങളും. എൻ്റെ മാതാവിനും യേശോപ്പച്ചനും കൂടാൻ നന്ദി. അതേപോലെ കാരുണ്യ പ്രവൃത്തി പറഞ്ഞാൽ എൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഞാൻ പത്രം കൊടുക്കും. അത് തമിഴ്നാട് വണ്ടിയാണ് കൂടുതൽ വരുന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾ പാലക്കാട് ബോർഡർ വാളയാർ സൈഡാണ് ഉള്ള ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ആ തമിഴ്നാട്ടിൽ നിന്ന് കുറേ വണ്ടികളൊക്കെ വരുമ്പോൾ ഒക്കെ ഹിന്ദുക്കളായിരിക്കും കൂടുതൽ ആൾക്കാർ. അപ്പോൾ അവർ വരുമ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിൽ എപ്പോഴും പാട്ടും പ്രാർത്ഥനയൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ ചോദിക്കും ഇതെന്ത് പ്രാർത്ഥനാലയമാണോ വർക്ക്ഷോപ്പാണോ ചോദിക്കും. പക്ഷേ എന്തറിയോ, ഞാൻ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ഒറ്റയ്ക്കാണ് എൻ്റെ വർക്ക്ഷോപ്പ് എന്ന ജോലി ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ഷീണം തോന്നില്ല. എന്നാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൂടി പോയി എൻ്റെ ഭാര്യ വിളിക്കും, സമയം 2 ഭക്ഷണം കഴിക്കാൻ.
എനിക്കിത് അവിടെ നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമുക്കത് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉന്മേഷമാണ്. അപ്പോൾ ഹിന്ദുക്കൾ ആൾക്കാരാണ് കൂടുതൽ വരിക. അവർക്ക് പത്രം കൊടുക്കും, മാതാവിനെ കുറിച്ച് പറയും, കൃപാസനത്തിൽ ഇങ്ങനെ മാതാവിൻ്റെ പള്ളിയിൽ നിന്ന് പറയും. അപ്പോൾ കോയമ്പത്തൂരിൽ നമ്മുടെ വിജയകുമാർ സാറിൻ്റെ പ്രാർത്ഥനാലയുണ്ട്, അവിടുത്തെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും. കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ നിങ്ങൾക്ക് അടുത്തുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് നല്ല കാര്യം നടക്കും പറയും. വണ്ടിയിൽ എല്ലാം പണി കഴിഞ്ഞ് വൃത്തിയായിട്ട് ടെസ്റ്റിന് പോണ സമയത്ത് പെയിൻറ്റിങ് അപ്പോൾസറി എല്ലാം കഴിഞ്ഞ് പോണ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് മാതാവിൻ്റെ ഫോട്ടോ കൊടുക്കും അവർക്ക് വണ്ടിയിൽ വയ്ക്കാൻ. അങ്ങനെ ഇവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചു പോകും, ലോക്കറ്റ് വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കുറേ ആൾക്കാർ വാങ്ങിക്കും, കുറേ ആൾക്കാർ പറയും വിശ്വാസർക്ക് പറയും, പക്ഷെ അവർ വാങ്ങിക്കില്ല. കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ കാറിന് ഇപ്പോഴത്തേനും ഞാൻ ഈ റോട്ടിൽ കൂടി ആരെങ്കിലും പോവുകയാണെങ്കിൽ വണ്ടി നിർത്തി ഇറങ്ങിപ്പോയി ചോദിക്കും, വല്ല ചായ ഭക്ഷണം കഴിക്കണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ വയസ്സായ ആൾക്കാർ ഇറങ്ങി വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഈ തൊട്ട വീടാണ്, അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊടുത്തിട്ട് വരാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ. അതേപോലെ ഇന്നും എന്നും ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിന് മുമ്പിൽ ലത്തിമ്പള്ളി ഉണ്ട്, അവിടെ വൈകുന്നേരം പ്രാർത്ഥനയും വീട്ടിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭക്ഷണം. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ എല്ലാവരും ഞങ്ങൾ ആലോചിച്ചിട്ടാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ആലയത്തിൽ വരുന്ന എല്ലാവർക്കും നല്ല കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും സാക്ഷിയാക്കി തീർത്തതിന് 1000 നന്ദി ആദ്യം തന്നെ പറയുന്നു. എൻ്റെ പേര് അനീഷ്, ഞാൻ അടൂരിൽ നിന്നും വരുന്നു. ഇത് എൻ്റെ മകൾ അഷ്ടമി, അനികേത്, അൻവിക, ഇത് അമ്മ. ഞങ്ങൾക്ക് 1000 അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി നേടുവാൻ സാധിച്ചിരുന്നു. ഞാൻ ആദ്യം കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് എൻ്റെ വൈഫ് മുഖേനയാണ്. എൻ്റെ പങ്കാളി വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആ അവസരത്തിൽ അവിടെ ഒരു കുഞ്ഞിനെ പ്രസവത്തോടനുബന്ധിച്ച് ഡോക്ടർമാർ വിധി എഴുതി അത് ഇനി ജീവിക്കുകയില്ല. അങ്ങനെ മരണത്തോട് മല്ലടിച്ച ആ കുഞ്ഞിനെ കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്താലും അവിടെ അവരെ പരിചയിച്ചിരുന്ന നേഴ്സന്മാരുടെ പ്രാർത്ഥനയാലും ആ കുഞ്ഞ് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. ഈ അനുഭവം എൻ്റെ വൈഫ് എന്നോട് പറയുകയും അപ്പോൾ അന്നു മുതൽ എനിക്ക് കൃപാസനത്തിൽ വരണം എന്നൊരു ആഗ്രഹമുണ്ടായി. ആ കാലയളവിൽ ഞാൻ നാട്ടിൽ സ്വന്തമായിട്ടൊരു ഫാം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് തുടർച്ചയായ നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നഷ്ടങ്ങളുടെ വില ഓവർകം ചെയ്യാൻ വേണ്ടി, നഷ്ടങ്ങൾ മറക്കാൻ വേണ്ടി ഞാൻ മദ്യപാനത്തിന് അടിപ്പെടുകയും ഒരു പൂർണ്ണമായി ഫുൾ ടൈം മദ്യപാനിയായി തുടരുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നും ഈ മദ്യപാനം കൂടിയത് കാരണത്താൽ ഒരു ഡിപ്രഷൻ അവസ്ഥയിലോട്ട് ഞാൻ വീഴുകയുണ്ടായി. ആ അവസരത്തിൽ എൻ്റെ ജീവിത പങ്കാളി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടിയുടെ പ്രാർത്ഥന വസ്തുക്കളുടെ ഉപയോഗത്താലും എനിക്ക് ആയുഷ്കാലം മൊത്തം ഡിപ്രഷന് മരുന്ന് കഴിക്കണം എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് ഞാൻ മോചിതനാവുകയും എൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറുകയും ചെയ്തു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആ ഉടമ്പടി എടുത്ത അടുത്ത ആഴ്ചകളിൽ തന്നെ ഞാൻ മുൻപ് വിദേശത്ത് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മുഖേന എനിക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരമുണ്ടായി. അപ്പോൾ ഈ അവസരങ്ങൾ നേടുവാൻ എന്നെ സഹായിച്ചത് എൻ്റെ ഉടമ്പടിയുടെ ബലമാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയും അത് കരുതി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വിദേശത്ത് പോയി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷക്കാലമായി. ഈ 15 വർഷക്കാലത്തിനുള്ളിൽ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലി സംബന്ധമായി വേറൊരു വിദേശ രാജ്യത്തായിരുന്നു. എൻ്റെ വൈഫ് സൗദിയിലായിരുന്നു. കുഞ്ഞുങ്ങൾ 2 പേരും ഞങ്ങളുടെ 2 പേരുടെയും വീട്ടുകളിൽ ഓരോരുത്തരായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. ഈ കാലയളവിൽ അത്രയും ഞങ്ങൾക്ക് ഒന്നിച്ച് കഴിയണം, കുഞ്ഞുങ്ങളോടൊന്നിച്ച് കഴിയണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അത് അതേവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഇരുവരും ഉടമ്പടി എടുത്ത ആളുകളാണ്. ഞങ്ങളുടെ ഉടമ്പടിയിൽ ഞങ്ങൾ ആദ്യത്തെ ഇതിനായിട്ട് വെച്ചിരുന്നത് ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കുവാനുള്ളൊരു അവസരം ഒരുക്കി തരിക എന്നുള്ളതാണ്. അമ്മ മാതാവിൻ്റെ കൃപയാൽ സൗദിയിൽ ജോലി ചെയ്തിരുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ജോലി ചെയ്യുന്ന ഖത്തറിലേക്ക് ഒരു ജോലി ലഭിക്കുവാൻ അവസരമുണ്ടായി. ഇപ്പോൾ വൈഫ് ഖത്തറിൽ വന്നിട്ട് 5 മാസ കാലയളവായി. വൈഫിന് ഫാമിലി വിസ കിട്ടും.
അത് മുഖേന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ വിസ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനാണ് ഞാനിപ്പോൾ വന്നത്. ഈ 1-ാം തീയതി ഞങ്ങളുടെ എന്നേക്കുമായുള്ള ആഗ്രഹം അമ്മ മാതാവിൻ്റെ കൃപയാൽ നടക്കുവാൻ പോവുകയാണ്. ഞങ്ങൾ ഈ 1-ാം തീയതി രാവിലെ ഖത്തറിന് പോവുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലൊന്ന്. രണ്ടാമത്, ഞങ്ങൾക്ക് ഫാമിലി വിസ ലഭിക്കുന്ന ആ അവസരത്തിൽ ഗൾഫിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കും. അപ്പോൾ എനിക്ക് വാഹനം ഓടിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് അമ്മ മാതാവിനെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർന്നു. അതൊരു അൺലിമിറ്റഡ് കോഴ്സായിരുന്നു. അതിൽ ഞാൻ 6 പ്രാവശ്യം ആ ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടു. അപ്പോൾ 7ാമത്തെ ടെസ്റ്റിന് ഡേറ്റ് കിട്ടിയപ്പോൾ അന്ന് ഞാൻ ഒരു ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി, ഇനി വരുന്ന ടെസ്റ്റിന് എന്നെ പാസ്സാക്കി തരണമെന്ന്. ദൈവഹിതം മാതിരി അടുത്ത ടെസ്റ്റിൽ 7ാമത് നടന്ന ടെസ്റ്റിൽ എനിക്കത് പാസ്സാകാനും സാധിച്ചു. ലൈസൻസ് ലഭിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു വാഹനം മേടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ അടയാളം ഉള്ള ഒരു വാഹനമായിരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചു, ഒരു സിൽവർ ഗ്രേ കളറിലുള്ളൊരു വാഹനം കിട്ടിയാൽ അത് അമ്മ മാതാവ് ഞങ്ങൾക്കായി കരുതി വെച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്. ദൈവാധീനത്താൽ ഒരാഴ്ചക്കകത്ത് തന്നെ ഞങ്ങൾക്ക് അതേ സിൽവർ കളറിലുള്ള ഒരു വാഹനം നേടുവാൻ തന്നെ സാധിക്കുകയുണ്ടായി. ഇനി 3ാമതായിട്ടുള്ള ഒരു സാക്ഷ്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 1.5 വർഷമായിട്ട് വിട്ടുമാറാത്ത നടുവിന് വേദന ഉണ്ടായിരുന്നു. ഞാനത് ഗൾഫിലുള്ള ആശുപത്രികളിലും നാട്ടിൽ വന്നപ്പോൾ നാട്ടിലെ ഹോസ്പിറ്റലുകളിലെല്ലാം അത് ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഇരുന്ന് ജോലി ചെയ്യുന്നത് കാരണത്താലാണ് ഇങ്ങനെയുള്ളൊരു വേദന ഉണ്ടാകുന്നത്, അതിന് അധികം സമയം ഇരിക്കാതെ ജോലി ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്നിട്ടും എനിക്ക് കലശമായ വേദന ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും എല്ലാ ദിവസവും ഓൺലൈനായിട്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസത്തെ ഉടമ്പടി ധ്യാനത്തിൽ ധ്യാനത്തിൻ്റെ അവസാനം രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന സമയത്ത് അച്ഛൻ പറയുകയുണ്ടായി, നടുവിന് വേദനയുള്ള ഒരാൾ വിദേശത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ നടുവിന് വേദന അമ്മ മാതാവ് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഇതാ എടുത്തു മാറ്റുന്നുവെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരം ഒരു ചിന്ത കൂടിയെത്തി, അത് എന്നെപ്പറ്റി ആയിരിക്കുമല്ലോ പറയുന്നതെന്ന്. അതിനുശേഷം ഇന്നേ വരെ എനിക്ക് ആ നടുവിന് വേദന അനുഭവപ്പെട്ടിട്ടില്ല. അത് അങ്ങനെ ഞങ്ങൾക്ക് അടുത്തൊരു അനുഗ്രഹം കൂടെ കിട്ടി. കഴിഞ്ഞ വർഷം ലാസ്റ്റിൽ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വാഹന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് അമ്മ മാതാവ് എന്നെ രക്ഷിക്കുകയുണ്ടായി. ഒരു ട്രെയിനിങ് സ്ഥലത്ത് ഒരു ലോഡ് കയറ്റിയ ഒരു വാഹനം ഇറങ്ങി വരുന്ന സമയത്ത് അതിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള കൈവരിയുടെ ഭാഗത്ത് ഞാനും എൻ്റെ സുഹൃത്തും കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലോഡുമായിട്ട് ഇറങ്ങി വന്ന വണ്ടി ബ്രേക്ക് ചെയ്യുകയും അതിന് ബ്രേക്ക് ചെയ്തത് വണ്ടി നിൽക്കാതെ സ്കിഡായി വന്ന് ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന വാഹനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് എൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒഴിഞ്ഞു മാറാനുള്ള സ്ഥലമില്ല. പിന്നയിൽ കൈവരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റത്തില്ല, തൊട്ട് അപ്പുറവും ഇപ്പുറവും എല്ലാം വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളിലെ എല്ലാം തട്ടിമറിച്ച് പോകുന്നിട്ടും എന്നെ ഇടിക്കാതെ തന്നെ ആ വാഹനം എൻ്റെ മുന്നിലെ വണ്ടിയെ തട്ടിമറിച്ചിടുകയും അവിടെ സ്റ്റോപ്പാവുകയും ചെയ്തു. ഉടമ്പടിയിലുള്ളതിനാലാണ് എന്നെ അമ്മ മാതാവ് കാത്തതെന്നുള്ള വിശ്വാസത്താൽ ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 100 കണക്കിന് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിരുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊന്നും നമുക്ക് ദൈവ വിചാരം എന്നെ സംബന്ധിച്ച് രാവിലെ എണീക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ കാത്തോളണേ. രാത്രി കിടക്കാൻ നേരം ഓർക്കുവാണെന്നുണ്ടെങ്കിൽ അത് പറയും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് പറയത്തുമില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിൽ ജോലിയിൽ നിന്ന് വരാൻ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ആ ഉടമ്പടി പ്രാർത്ഥനകൾ കൃത്യമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾ വിനിയോഗിക്കുന്നുണ്ട്. ഞാൻ കാണുന്ന സാക്ഷ്യങ്ങൾ കുറഞ്ഞത് ഒരു 150 പേരിൽ കൂടുതൽ ആൾക്കാർക്ക് ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. അത് ആ ഷെയർ ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഒഴിവാക്കിയിട്ട് വേറെ അപ്പോൾ ഒരു 150 പേർക്കെങ്കിലും ഒരു സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുള്ള എൻ്റെ മനസ്സിലെ അതിയായ ആഗ്രഹമായിരുന്നു. അതേ രീതിയിൽ ഞാനിത് ഇത്രയും കാലം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ഞങ്ങൾക്ക് സാധിച്ചത്.
ഞാൻ ഈ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുന്ന പല ആളുകളും അവരുടെ ജീവിതത്തിലോട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുകയും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്നോട് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെയും വൈഫിൻ്റെയും ജീവിതത്തിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെടുകയുണ്ടായി. അതിൻ്റെ അതിയായ വിഷമത്താൽ എനിക്കുള്ളതിനെക്കാട്ടിലുപരി വിഷമം എൻ്റെ വൈഫിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ വൈഫ് ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആ ദുഃഖത്തിൽ നിന്ന് കരകയറുവാൻ അമ്മ മാതാവ് ഇടപെടണമെന്ന്. അങ്ങനെ ആ വിഷമം അകറ്റാനായി ഞങ്ങൾക്ക് മൂന്നാമതൊരു കുഞ്ഞുണ്ടായി. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ആ കുഞ്ഞാണിത്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുഞ്ഞാണിത് എന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. അമ്മ തന്നിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് നമ്മൾ വിദേശത്ത്, ഞങ്ങൾ രണ്ടുപേരും വിദേശത്തായ കാരണത്താൽ ഞങ്ങൾ നാട്ടിലുള്ള സുഹൃത്തുക്കൾ വഴിയും ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർ വഴിയും ഈ രോഗികളായി ഉള്ള ആളുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതിലുപരി ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള 2 അനാഥാലയങ്ങളിൽ എല്ലാ മാസവും ഒരു ദിവസത്തേക്കുള്ള ആഹാരത്തിനുള്ള കാര്യങ്ങൾ ഉടമ്പടി തുടങ്ങിയ കാലയളവിൽ തൊട്ട് തുടർന്ന് പോരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വൃദ്ധരായ മറ്റു അവരെ സംരക്ഷിക്കാൻ ആളില്ലാതെ കഴിയുന്ന ഒറ്റപ്പെട്ട വൃദ്ധരായുള്ള ആളുകൾക്കുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് 10,500 പേരെൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യുന്ന സൈറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ ഏതാവശ്യവുമായിട്ട് എൻ്റെ മുന്നിൽ സമീപിച്ചു കഴിഞ്ഞാലും അവരെ കാലതാമസമില്ലാതെ അവർ വന്ന കാര്യം സാധിച്ചു കൊടുക്കുന്നതിന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ തന്നെ തുടരുവാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അമ്മ മാതാവും തിരുകുമാരനും ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. അനീഷ് ആനന്ദ് തൻ്റെ കുഞ്ഞുമക്കളോടും അമ്മയോടുമൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുമ്പോൾ അദ്ദേഹം തൻ്റെ ഉടമ്പടിയോട് കാണിക്കുന്ന വിശ്വസ്തതയെക്കുറിച്ചാണ് ഏറ്റേറ്റു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നത്. ജീവിത വ്യഗ്രതകളിൽ എവിടെയോ തെറ്റിപ്പോയി താളം തെറ്റിയ അദ്ദേഹം ഒരു മദ്യപാനിയായി മാറിയെങ്കിലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ഇടപെട്ടുകൊണ്ട് ആ ദുശീലം അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റുകയും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എപ്പോഴും സാക്ഷി നൽകുവാനുള്ള ഒരു തെളിഞ്ഞ വ്യക്തിയായി അൾത്താരയിലേക്ക് അദ്ദേഹത്തെ ഇന്ന് മാറ്റിയിരിക്കുന്നതെന്ന് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയും അനീഷും 4 സ്ഥലങ്ങളിലായി ജീവിക്കേണ്ടി വന്നിരുന്ന ഒരവസ്ഥയുടെ ആ സങ്കടം അദ്ദേഹം ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അവരുടെ ഒരു വലിയ ജീവിതഭാരമായിരുന്നു. എന്ന് ഞങ്ങൾ ഒന്നിച്ചാകും. ആ സങ്കടങ്ങൾക്കും ആ ഒരു വലിയ വേദനയ്ക്കും പരിശുദ്ധ അമ്മ വൈഫിൻ്റെ ഖത്തറിലുള്ള ഫാമിലി വിസ ലഭിച്ചതോടെ അതിന് പരിഹാരമായി. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു ഉടൻ പരിഹാരമാണ്. അനീഷിൻ്റെ ജീവിതത്തിൽ അടിക്കടി അത് ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെയാണോ താൻ എന്തെങ്കിലും നിസ്സാരമായി ആഗ്രഹിച്ചോ അത് വലിയ അനുഗ്രഹങ്ങളായി അദ്ദേഹത്തിന് മാറുന്നു. അദ്ദേഹത്തിനൊരു ഡ്രൈവിംഗ് ലൈസൻസ്, 3 കുഞ്ഞുങ്ങളുണ്ട്. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്നത് ഒരു ആഗ്രഹമായി അദ്ദേഹം പരിശുദ്ധ അമ്മയോട് സംസാരിച്ചു. പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് ഉടമ്പടി ആ കളറിൻ്റെ തന്നെ കൃപാസനം നൽകുന്ന അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ കളറിൽ തന്നെയുള്ളൊരു വാഹനം അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിച്ചതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് എത്ര തന്നെ കഷ്ടതയിലായിരുന്നാലും 7 തവണ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും ആ പ്രത്യാശ കൈവിടാതെ തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചത് ഉടമ്പടിയാണെന്ന് അദ്ദേഹം ഏറ്റു പറയുന്നു. നടുവേദന ഉണ്ടായിരുന്ന സമയത്തായാലും കൃത്യമായി അദ്ദേഹത്തിന് നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും അദ്ദേഹത്തിന് കൃത്യമായി
ഈശോയ്ക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുവാനും എൻ്റെ സംരക്ഷകനും നാഥനും രക്ഷകനും ഈശോ ആണെന്ന് ഏറ്റുപറയാനുള്ള ചങ്കൂറ്റം ഇന്ന് അദ്ദേഹത്തിന് വന്നിരിക്കുകയാണ്. ഏതൊരവസ്ഥയിലും താൻ ഉടമ്പടിയിലായിരിക്കും. ഞാൻ ആഗ്രഹിച്ചതെല്ലാം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് നൽകുമ്പോൾ അതിൽ കൂടുതലായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അഡ്മിനിസ്ട്രേറ്ററായ അദ്ദേഹത്തിന് എൻ്റെ മുൻപിൽ ആരും കൈനീട്ടാൻ അദ്ദേഹം അനുവദിക്കുന്നില്ല. അതിനു മുൻപായി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനും ഒരു ടാർഗറ്റ് വെച്ചിരിക്കുകയാണ്. ഈശോയെ പലരും അറിയണം. അങ്ങനെ 150-ഓളത്തിലധികം ആളുകൾക്ക് അദ്ദേഹം ഈശോയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും അയച്ചു കൊടുക്കുകയും വിശ്വാസ പ്രഖ്യാപനവും വിശ്വാസദാർഢ്യവും അദ്ദേഹം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിന് അദ്ദേഹത്തിന് നന്ദി മാത്രമേ പറയാനുള്ളൂ. നമുക്ക് നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി അനീഷിൻ്റെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.